കന്നഡയിലുള്ള രഹസ്യ ക്യാമറ ഉപയോഗിച്ച് ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിനുള്ളിലെ ദൃശ്യങ്ങൾ പകർത്തിയയാളെ കഴിഞ്ഞ ദിവസം പോലീസ് പിടികൂടിയത് വൻ വാർത്തയായിരുന്നു. ഗുജറാത്ത് സ്വദേശി സുരേന്ദ്ര ഷാ എന്ന 66-കാരനാണ് ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടിയത്. അതിസുരക്ഷയുള്ള ക്ഷേത്രത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കെല്ലാം നിയന്ത്രണമുള്ളപ്പോഴാണ് ഇയാൾ രഹസ്യ ക്യാമറയുമായി ശ്രീകോവിലിലെത്തിയത്. അതുകൊണ്ട് തന്നെ വൻ സുരക്ഷാ വീഴ്ചയാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്നത്. എന്നാൽ ഇയാളെ പോലീസ് വിട്ടയച്ചത് മറ്റൊരു വലിയ വീഴ്ചയാണ്. ഗുജറാത്ത് സ്വദേശി സുരേന്ദ്ര ഷായെ ക്ഷേത്രത്തിലെ സുരക്ഷാ ഉദ്യോഗസ്ഥർ പിടികൂടി ഫോർട്ട് പോലീസിന് കൈമാറി ഇയാളുടെ അറസ്റ്റ് രേഖപ്പെടുത്തി വിട്ടയച്ചു. ഇയാളെ കുറിച്ച് പ്രാഥമിക വിവര ശേഖരണത്തിന് അപ്പുറം ഒന്നും ചെയ്യാതെയാണ് വിട്ടയച്ചത്. കണ്ണട പിടിച്ചെടുത്തത് മാത്രമാണ് മിച്ചം. അതിസുരക്ഷയുള്ള ക്ഷേത്രത്തിൽ ഇലക്ട്രോണിക് സാധനങ്ങൾക്കെല്ലാം നിയന്ത്രണമുള്ളപ്പോഴാണ് ഇയാൾ രഹസ്യ ക്യാമറയുമായി ശ്രീകോവിലിന് മുന്നിൽ വരെ എത്തിയത്. ഇത് വലിയ സുരക്ഷാ പിഴവാണ്. സുരക്ഷാ പരിശോധനയ്ക്കായി ആധുനിക ഉപകരണങ്ങൾ വാങ്ങുന്നതിന് സർക്കാർ തയ്യാറാകുന്നില്ല. പോലീസ് ഉദ്യോഗസ്ഥരുടെ ഒഴിവുള്ള തസ്തികകൾ നികത്തുന്നതിന് നടപടിയില്ല. ഇതോടെ കോടിക്കണക്കിന് രൂപയുടെ സ്വത്തുക്കൾ സൂക്ഷിച്ചിരിക്കുന്ന ശ്രീ പത്മനാഭസ്വാമി ക്ഷേത്രത്തിന്റെ സുരക്ഷ ആശങ്കയിലാവുകയാണ്. പാത്രമോഷണവും സ്വർണ്ണമോഷണവുമെല്ലാം ഇവിടെ തകൃതിയെ നടക്കുന്നു. ഇതിനിടെയാണ് കന്നഡക്കാരന്റെ വരവ്. സുരേന്ദ്ര ഷാ ധരിച്ചിരുന്ന കന്നഡയിൽ ലൈറ്റ് മിന്നുന്നത് കണ്ട പോലീസ് ഉദ്യോഗസ്ഥനാണ് സംശയം തോന്നിയത്. ശ്രീകോവിലിന് മുന്നിലുള്ള ഒറ്റക്കൽ മണ്ഡപത്തിലായിരുന്നു സംഭവം. കന്നഡയിൽ ക്യാമറയുണ്ടോ എന്ന് ചോദിച്ചപ്പോൾ റെക്കോർഡ് ചെയ്യുകയാണെന്ന് ഇയാൾ സമ്മതിച്ചു. ഞായറാഴ്ച വൈകിട്ടാണ് സുരേന്ദ്ര ഷായും ഭാര്യയും സഹോദരിയും ഉൾപ്പെടെ 4 സ്ത്രീകളും ക്ഷേത്ര ദർശനത്തിനെത്തിയത്. 2.5 മണിക്കൂറോളം ക്ഷേത്രത്തിനുള്ളിൽ ഉണ്ടായിരുന്നു ഇവർ. 6:30-ഓടെയാണ് പോലീസ് പിടികൂടുന്നത്. ഗുജറാത്തിൽ വ്യാപാരിയാണ് ഷാ. സാധാരണ നിലയിൽ 1 മണിക്കൂർ കൊണ്ട് ക്ഷേത്ര ദർശനം നല്ല രീതിയിൽ നടത്താം. പക്ഷെ ഇവർ ഏറെ സമയം അകത്തുണ്ടായിരുന്നു. ഇതും ദുരൂഹമാണ്. കൗതുകം കൊണ്ടാണ് വീഡിയോ ചിത്രീകരിച്ചതെന്നാണ് ഇയാൾ പോലീസിനോട് പറഞ്ഞത്. കന്നഡയിൽ മെമ്മറി കാർഡ് ഉണ്ടായിരുന്നു. ക്യാമറകൾ മൊബൈൽ ഫോണുമായി ബന്ധിപ്പിച്ചിരുന്നു. വിശദമായ പരിശോധനയ്ക്കായി ഫോണും കന്നഡയും പോലീസ് പിടിച്ചെടുത്തു. ക്ഷേത്രത്തിനുള്ളിലേക്ക് കയറുന്നതടക്കമുള്ള ദൃശ്യങ്ങൾ കണ്ടെടുത്തിട്ടുണ്ട്. കൂടുതൽ അന്വേഷണത്തിന് ഹാജരാകണമെന്ന് സുരേന്ദ്ര ഷായോട് നിർദ്ദേശിച്ചിട്ടുണ്ടെന്നാണ് ഫോർട്ട് ഇൻസ്പെക്ടർ ശിവകുമാർ പറഞ്ഞത്. മറ്റു ദുരൂഹതകളൊന്നുമില്ലെന്നാണ് പോലീസിന്റെ പ്രാഥമിക നിഗമനം. ഫോറൻസിക് പരിശോധനയ്ക്ക് ശേഷമേ കൂടുതൽ വിവരങ്ങൾ അറിയാനാകുകയുള്ളൂ. അഹമ്മദാബാദിൽ നിന്ന് 2 ദിവസം മുൻപാണ് സുരേന്ദ്ര ഷായും സംഘവും മധുരയിലെത്തിയത്. തുടർന്ന് രാമേശ്വരം സന്ദർശിച്ച ശേഷമാണ് തിരുവനന്തപുരത്തെത്തിയത്. ഇവർ പറഞ്ഞതിനപ്പുറത്ത് ഒന്നും പോലീസ് അന്വേഷിച്ചിട്ടില്ല. മധുരയും രാമേശ്വരവും എല്ലാം അതിസുരക്ഷയുള്ള ക്ഷേത്രങ്ങളാണ്. ഇവിടെയും ഇയാൾ കന്നഡ ഉപയോഗിച്ച ദൃശ്യങ്ങൾ പകർത്താനുള്ള സാധ്യതയുണ്ട്. അങ്ങനെ സംഭവിച്ചെങ്കിൽ അതെല്ലാം വലിയ സുരക്ഷാ വീഴ്ചയാണ്.